തീയിൽ മുളച്ചൊരു വ്യക്തിയാണ് ഞാനത് മുമ്പേ സൂചിപ്പിച്ചുവല്ലോ. പലതരത്തിലുള്ള സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞു. വാർദ്ധക്യത്തിൽ സംഘർഷം കുറച്ച് കുറയും എന്നൊരു പ്രതീക്ഷ. അങ്ങനെ അതൊക്കെ മുമ്പേ അനുഭവിച്ചു കഴിഞ്ഞല്ലോ വിഷമങ്ങൾ. ഇനി കുറച്ച് സമാധാനത്തിൻ്റെ കാലം വരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല, സംഘർഷത്തിൻ്റെ കാലമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് വിധി, ഈശ്വരൻ നൽകിയിട്ടുള്ള ഒരു എന്താ പറയുക, കുദാശ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നിയോഗം ആണ് എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ സമീപിക്കുകയാണ്. ചിന്തയ്ക്ക്, മനനത്തിന് യൗവനം എപ്പോഴും ഉണ്ട്. അതുപോലെ പ്രഭാഷണത്തിന് വലിയ ഇടതടവില്ലാതെ പ്രഭാഷണം ചെയ്യാനുള്ള കഴിവ്, അതൊന്നും ഇപ്പോഴും തീരെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പഴയുള്ള പോലെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എത്ര കാലം നിലനിൽക്കും നമുക്കതിനെപ്പറ്റി പറയാൻ സാധ്യമല്ല. ഒരുപാട് കാലം നിലനിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥവുമില്ല. ആവശ്യത്തിനൊക്കെ ജീവിച്ചു കഴിഞ്ഞു, വേണ്ടിടത്തോളം ജീവിച്ചു കഴിഞ്ഞു. ഏത് നിമിഷം വേണമെങ്കിൽ ഇറങ്ങി പുറപ്പെടാം എന്നുള്ള സന്നദ്ധത എനിക്കുണ്ട്. ഇനി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള പശ്ചാത്താപമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് ഇരിക്കുന്നിടത്തോളം കാലം മനനശക്തിക്കും പിന്നെ മൗലികമായ ആരോഗ്യത്തിനും കേടുകൂടാതെ അനായാസേന മരണം, അതല്ലാതെ മറ്റ് ഇച്ഛകളൊന്നും ഇല്ല. സംതൃപ്തി ഉണ്ട് ജീവിതത്തിൽ. അതെനിക്ക് തന്നില്ലല്ലോ, ഇതെനിക്ക് തന്നില്ലല്ലോ എന്ന് ഈശ്വരനോട് പരാതിയൊന്നുമില്ല.